Spider-Man, Spider-Man, tanana, Spider-Man, Spider-Man brand new സംഭവം ട്രെയിലർ കുറെ അധികം ചാനലുണ്ട് കേട്ടോ. മാർവൽ എന്റർടൈൻമെന്റ്, സോണി എന്റർടൈൻമെന്റ്, പ്ലേ സ്റ്റേഷന്റെ ചാനൽ വരുമ്പോൾ ഇട്ടിട്ടുണ്ട്. സ്പൈഡർമാൻ ഒരു ചാനലുണ്ട് കേട്ടോ യൂട്യൂബ്, അത് എനിക്കറിയത്തില്ല. അപ്പൊ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ട്രെയിലർ 4K സംഭവം. ഈ ട്രെയിലർ കാണുമ്പം ഹെഡ്സെറ്റും പിന്നെ മാക്സിമം ഇതിന്റെ ക്വാളിറ്റി കൂട്ടുക, പിന്നെ ക്യാപ്ഷനും ഓൺ ചെയ്യുക. ഇതായിരുന്നു ട്രെയിലർ കാണുന്നതിന് മുന്നിലുള്ള ടിപ്പ്. ഇതുപോലത്തെ നല്ല ടിപ്പുകൾ വേണമെങ്കിൽ ചെറിയ ഷോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്പൈഡർമാന്റെ ട്രെയിലർ കാണാം. ഇവിടുന്നോ തെറിച്ചു വരുന്ന പോലെ. ഓ, ഇത് റൈനോ അല്ല, സ്കോർപ്പിയനോ അല്ലേ? I am totally out of control. എടുത്തിട്ട് ഒറ്റ ചാമ്പിന്. I gotta fix whatever this is right now. Final semester MIT. Final semester Dad, who do you MIT. think is actually Oh, watching these? MJ. Okay, well, bye, someone. Bye, someone. Oh. What the? Dr. Banner, you found a way to suppress mutating DNA. Bruce Banner. If you see me with this stuff, run. So could you get rid of the bad aspects but keep the good? How would you decide what parts of nature are good or bad? Sorry about that. You're not one of my Oh, students. you're not one of our students. ശരിയാ, Here's we're faced with പുള്ളിയുടെ ആശ നമ്മുടെ അയൺമാൻ അല്ലേ? ആ വില്ലൻ ഒരു ഫീമെയിൽ ആയിരുന്നു. You're the only one who can sense it. ഓ, And what do you think they're looking for? Oh, see, you stumbled across my board. I'm not one of those weirdos, I swear. He's a little weird. I'm MJ. You two don't know each other? Yo, Spider-Man! You okay? Did you get rid of that monster inside you? ഓ, Think I might go see how MJ's doing. You're not ഓ, gonna get away with this. മൈൻഡ്. But he might. ഓ, shit. ഓ, ഓ, സ്മാഷ്. But you're in danger. You just have to trust Shit, എത്ര നാള് കഴിഞ്ഞാടാ ആൾക്കിന്റെ ഒരു സ്മാഷ് കാണുന്നത്. Really scary. Who the hell is that? Who the hell are you? Punisher. I don't have anywhere else to go. കൊറേ പേരുണ്ട്. Love you. Just gonna let him go himself. Love you because you're you. You're gonna do എല്ലാവരുടെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് സ്പൈഡർമാനെതിരെയാണ് വരുന്നത് എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയത്. No matter how powerful. ആ ഒരു വില്ലനാണ്. ഓ, ആ വെബ് ഇത് കൊള്ളായിരുന്നല്ലേ. I miss you, mate. ഓ, മെയ് പാക്കർ. ഓ, ഹൾക്കിന്റെ കുറച്ച് പരിപാടി ഉണ്ട് ഇതിനകത്ത്. ബ്രാൻഡ് ന്യൂ ഡേ. All right, just give me a sec. Give me a sec. I'm not in high school anymore. Oh, you stretch a big stretch. അത് കൊള്ളായിരുന്നു. കുറെ റിയലിസ്റ്റിക്. You ready? ടിക്കറ്റ്സ് ഓൺ സെയിൽ ജൂലൈ 31. അടുത്ത മാസം. അപ്പൊ സംഭവം ഇറങ്ങും. കൊള്ളാം. ഇപ്പോഴേ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ തുടങ്ങി. ഇത് ഐമാക്സിൽ കാണാൻ പറ്റിയ സാധനം തന്നെയാണ്. സ്പൈഡർമാൻ. നമസ്കാരം എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഏറ്റവും പുതിയ ദിവസം അല്ലെ, ഏറ്റവും പുതിയ ദിവസം, ഏറ്റവും പുതിയ ട്രെയിലർ. കുറെ ലീക്കുകളും കാര്യങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞ് ഒഫീഷ്യലി സ്പൈഡർമാന്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇത് കുറെ ചാനൽസ് ഉണ്ട്. ഞാൻ മുമ്പ് സെർച്ച് അടിച്ച് നോക്കിയത് മാർവൽ എന്റർടൈൻമെന്റ്, പ്ലേ സ്റ്റേഷന്, പിന്നെ സോണിയുടെ ചാനലില്, അങ്ങനെ കുറെ ചാനലിനകത്തുണ്ട്. അപ്പൊ ഒഫീഷ്യൽ പേജിൽ തന്നെ പോയി നിങ്ങളും ഇതിന്റെ ട്രെയിലർ കാണണം. അടിപൊളി സംഭവം. അടിപൊളി എന്ന് വെച്ചാൽ ഒരു ആസ് എ സ്പൈഡർമാന്റെ സംഭവം ഉള്ളതുപോലെ ബ്രാൻഡ് ന്യൂ ഡേ. ഇത് ടോം ഹോളന്റെ 4th ഫ്രാഞ്ചൈസിന്റെ ഭാഗമാണ് സ്പൈഡർമാന്റെ. ടോം ഹോളണ്ട് ആയി കഴിഞ്ഞിട്ട് ഇതിനു മുന്നേ വന്നത്, ഏറ്റവും ആദ്യം വന്നത് ഹോം കമ്മിങ്, പിന്നെ നമ്മുടെ ഫാർ ഫ്രം ഹോം, പിന്നെ നോ വേ ഹോം, പിന്നെ ഇപ്പം ബ്രാൻഡ് ന്യൂ ഡേ. അപ്പൊ ഇനി ഇത് ബ്രാൻഡ് ന്യൂ ഡേ, ഇനി അടുത്ത വരുമ്പോൾ ഇപ്പൊ ന്യൂ ഡേ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളായിരിക്കും. അപ്പൊ ഇത് 4ാമത്തെ ഫ്രാഞ്ചൈസ് ആണ്. അപ്പൊ ബാക്കി എല്ലാവരെയും തോപ്പിച്ചു. ബാക്കി എല്ലാവരും ആദ്യത്തെ സീരീസ് വന്നപ്പം 3 ഭാഗങ്ങളായിരുന്നു. പിന്നീട് അമേസിംഗ് സ്പൈഡർമാൻ വന്നപ്പം ആൻഡ്രൂ ഗാർഫീൽഡിന്റെ അത് 2 എണ്ണമായിരുന്നു. അമേസിംഗ് സ്പൈഡർമാൻ 2. അത് കഴിഞ്ഞ് പിന്നെ നേരെ ടോം ഹോളന്റെ സീരീസുകളായിരുന്നു. അപ്പം
പുള്ളി എനിക്ക് ഓൾമോസ്റ്റ് ഫിക്സ് ആയി. ഇനിയിപ്പം എത്ര ആയാലും ഒരു യങ് ബോയ് അല്ലേ, അപ്പൊ വലിയ പ്രായമില്ല, അപ്പൊ ഒരു നല്ല ഏകദേശം ഒരു പ്രായം ആവുന്നവരെ ഇനിയും ടോം ഹോളണ്ട് തന്നെയായിരുന്നു സ്പൈഡർമാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ട്രെയിലർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. കുറെ അധികം അവര് അവിടെ ഇവിടെ ഒക്കെ എലമെന്റ്സ് ഇട്ടിട്ടുണ്ട്, കുറെ സ്റ്റോറികളും ഉണ്ട്. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ഇത് നോ ഡൗട്ട്. ഇത് എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്ന പരിപാടി തന്നെ. കാരണം 2002 ആദ്യമായിട്ട് സ്പൈഡർമാൻ വരുന്നത്. അത് കോമിക്സ് എല്ലാം കഴിഞ്ഞ് ഇവര് സിനിമയായിട്ട് ഇറക്കുമ്പോൾ അതൊരു അടിപൊളി സംഭവമായിരുന്നു. അതൊരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ ഇതുവരെ കാർട്ടൂണും കോമിക്സും ഒക്കെ കണ്ടിട്ട് നേരെ ഈ സാധനം സിനിമയിലേക്ക് വരുമ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ട് വരുമ്പം ഒരു അജാതി ഫീൽ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതൊരു ഇഷ്ടപ്പെട്ട എനിക്കൊന്ന് സ്പൈഡർമാൻ 3 ആണെന്ന് തോന്നുന്നു. പിന്നെ അമേസിംഗ് സ്പൈഡർമാൻ എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഈ സ്പൈഡർമാൻ എന്ന് വെച്ചാൽ കുറെ അധികം കുറച്ചും കൂടെ ഫണി ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് 3 ആയിരുന്നു ഇഷ്ടം. കാരണം അതിൻ്റെ അകത്ത് വെനം വരുന്നു, സാൻഡ്മാൻ വരുന്നു, അങ്ങനെ കുറെ അധികം വില്ലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സാൻഡ്മാൻ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം യെസ്, ബ്രാൻഡ് ന്യൂ സംഭവം. ഇതിൻ്റെ അകത്ത് ഏറ്റവും 2-3 കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ചസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ പറയാം. ഒന്ന്, ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാന്റെ കോസ്റ്റ്യൂം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ ഉള്ള നമ്മൾ നോക്കിയാൽ അത് നാനോ ടെക്നോളജി അങ്ങനെ എന്തോ പറഞ്ഞ് ഒരു ടൈപ്പ് ഒരു സൂട്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. കാരണം അത് അയൺമാൻ ഡിസൈൻ ചെയ്തതാണ്, നമ്മുടെ ടോണി സ്റ്റാർക്ക് ഡിസൈൻ ചെയ്ത സംഭവമാണ്. അപ്പൊ ടോണി സ്റ്റാർക്ക് ഇല്ല ഇതിൻ്റെ അകത്ത്. അപ്പൊ അതാണ് ബ്രൂസ് ബാനറിന്റെ അടുത്ത് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു സ്പൈഡർമാന്റെ പവർ ഏതോ ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചായിരുന്നു. സ്പൈഡർമാൻ ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്ന പവർ എന്ന് വെച്ചാൽ അത്രയും 100% ആയിട്ട് പുള്ളിയുടെ പവർ ഉപയോഗിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് പവർ ഉള്ള ഒരാളാണ് സ്പൈഡർമാൻ എന്നാണ് പറയുന്നത്. ഞാൻ അത് വായിച്ച ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് പവർ അജാതി പവറാണ്. കാരണം അവന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പവർ. അപ്പൊ ഇതുവരെ നമ്മൾ നേരത്തെ ഉള്ള സീരീസ് ഭാഗങ്ങളിൽ കണ്ടപ്പം അതിൻ്റെ അകത്ത് അവന് ഈ വെബ് വരാനായിട്ട് ഒരു മെഷീൻ വെച്ചായിരുന്നു അതിൽ നിന്ന് വെബ് വരുന്നത്. പക്ഷെ ഇത് മെഷീൻ കേടായിട്ടും അതിൽ നിന്ന് ആ സൂട്ടിൽ നിന്ന് ഇങ്ങനെ വെബ് വരുന്നുണ്ട്. അപ്പം അതാണ് ഒരു സംഭവം. അപ്പം ആ സാധനം ബ്രൂസ് ബാനർ ഹൾക്ക് അവന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെഷീനാണ്. അതും കാണിക്കുന്നുണ്ട്. അപ്പൊ ബ്രൂസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, എന്റെ ഈ കയ്യിൽ നിന്ന് ഈ സാധനം ഇല്ലാത്ത സമയം നീ ഓർത്തു ഐ ആം കമ്മിങ്, അപ്പൊ റൺ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പം ബ്രൂസിന്റെ ഹൾക്കിന്റെ ആ പവർ കൺട്രോൾ ചെയ്യുന്നതും ആ ഒരു മെഷീൻ വെച്ചാണ്. അപ്പൊ എങ്ങനെയാലും ആ മെഷീൻ ഇതാവും, അത് കേടാവും. അവിടുന്ന് ആയിരിക്കും ചിലപ്പോ ഹൾക്ക് നല്ല പവറോടെ കയറി വരുന്നത്. പിന്നെ ഹൾക്കായി കഴിഞ്ഞാൽ പിന്നെ മുന്നേ ഉള്ളവരെ ആരും നോക്കില്ല, എടുത്തിട്ട് തൂക്കുവാണ്, എടുത്തിട്ട് മറയ്ക്കുവാണ്. അപ്പൊ അതായിരിക്കും സ്പൈഡർമാനെ മറയ്ക്കാനും പോയത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ലൊരു സംഭവം എന്ന് വെച്ചാൽ ഹൾക്കാവാൻ പറ്റി. എത്ര മൂവികൾ ശേഷമാണ് ഇവര് ഈ ഒരു നല്ലൊരു ഹൾക്കിനെ ഇറക്കുന്നത്. കാരണം ഹൾക്കിന്റെ ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നു, ഒരു സീരീസും വന്നിട്ടുണ്ടായിരുന്നു, ഷീഹൾക്ക് എന്തോ, അത് ഞാൻ കണ്ടില്ല. പക്ഷെ വളരെയധികം ബോറിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ കേട്ടത്. ഒരു ഹൾക്ക് സ്മാഷ് കണ്ടിട്ട് എത്ര നാളായടാ, ഇന്നാണ് ഒരു ഹൾക്ക് സ്മാഷ് തന്നെ കാണുന്നത്. അത് ബ്രൂസ് ബാനർ. ഞാൻ അവിടുത്തെ പുള്ളി സ്കൂൾ ബാഗും തൂക്കി ഇനിയും പഠിക്കാൻ പോകത്തേ ഉള്ളെന്ന് തോന്നി. അതുപോലെ ആയിരുന്നു ഹൾക്കിന്റെ ക്യാരക്ടറൊക്കെ ഇവന്മാരാക്കിയിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് അടിപൊളിയാണ്. പിന്നെ പണിഷർ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സ്കോർപിയനെ കണ്ടു, ഹൾക്കിന്റെ പവർ കണ്ടു. പിന്നെ ഏതോ ഒരു വില്ലൻ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് കാണിച്ചു. അതൊരു ഫീമെയിൽ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റ് ഒരു ഗ്ലിംസ് നോക്കുമ്പോൾ അതേ തോന്നത്തുള്ളൂ. അത് കണ്ടിട്ട് ഐ തിങ്ക് ഷീ ഓർ ഹീ ക്യാൻ കൺട്രോൾ യുവർ മൈൻഡ്. അത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് ഇപ്പം ഒരു നോർമൽ ആയിട്ടുള്ളൊരു നമ്മളെ ഈസിലി അവർക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ സ്പൈഡർമാൻ ഓൾറെഡി എന്താ പറയുന്നത്, ഒരു മ്യൂട്ടന്റ് ആയത് കൊണ്ട് അത് ഒന്നും എഫക്ട് ചെയ്യില്ല. അപ്പൊ സ്പൈഡർമാനെ, ഹൾക്കിനെ, പിന്നെ പനീഷറിനും അതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. പുള്ളിക്കും ഒരു ഈ പരിപാടികൾ ഒന്നും ഏൽക്കുന്നില്ല. അപ്പൊ ഈ ടീംസ് മാത്രമേ ഉള്ളൂ എഗെയിൻസ്റ്റ് ഓൾ ഓഫ് ദം. പുള്ളി കൺട്രോൾ ചെയ്യുന്നത് ആരെയൊക്കെയാണ് ആ വില്ലൻ, അവരെല്ലാരും ഇവര് ഫൈറ്റ് ചെയ്യണം. അപ്പൊ അതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചത്. മൈൻഡ് കൺട്രോൾ ആണ്. ആ മൈൻഡ് കൺട്രോൾ ചെയ്ത് എഗെയിൻസ്റ്റ്, അതൊക്കെയാണ് സംഭവം. ഇറ്റ് ലുക്സ് ഇൻട്രസ്റ്റിംഗ്. കുറെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. സോ എനിവേ ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് മൂവി ഇൻ തിയേറ്റേഴ്സ് എന്ന് ഞാൻ പറയും. പിന്നെ മേരി ജെയിൻ
പിന്നെ അങ്ങനെ പുതിയ ക്യാരക്ടേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല. മേരി ജേനെ ഇവര് ജസ്റ്റ് ഒരു റിമെമ്പറിന് വേണ്ടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം യെസ്, ദിസ് ഈസ് അബൌട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അപ്പം ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഒരു കിടക്കാച്ചി വീഡിയോയിൽ നമുക്ക് കാണാം. Until then, take care.